വേട്ടയാൻ സിനിമയ്ക്ക് നിയമക്കുരുക്ക്. മലയാളികളടക്കം റിലീസിനായി കാത്തിരിക്കുന്ന തമിഴ് ചിത്രമാണ് വേട്ടയൻ. രജനീകാന്ത് നായകനായി എത്തുന്ന ചിത്രം ഒക്ടോബർ 10 തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെയും രജനി ആരാധകർ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ സന്തോഷത്തിനിടയിലാണ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേട്ടയന് നിയമക്കുരുക്ക് എന്നതാണ് പുതിയ വാർത്ത. ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണ് എന്നാണ് വാർത്ത. വേട്ടയനിൽ പോലീസ് ഏറ്റുമുട്ടലുകളെ പ്രകീർത്തിക്കുന്ന ചില സംഭാഷണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധുര സ്വദേശിയായ കെ പളനിവേലുവാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭാഷണങ്ങൾ മാറ്റുന്നതുവരെ വേട്ടയന്റെ റിലീസ് നീട്ടിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വ്യാജ പോലീസ് ഏറ്റുമുട്ടലുകൾ നിയമവിരുദ്ധവും ഭരണഘടനാ ലംഘനമാണെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഇതൊരിക്കലും മഹത്വവൽക്കരിക്കരുതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പിന്നാലെ ഹർജി പരിഗണിച്ച കോടതി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചു എന്നാണ് വാർത്ത. ജയിലർ, ലാൽ സലാം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രജനീകാന്തിന്റേതായി റിലീസ് ചെയ്യുന്ന സിനിമയാണ് വേട്ടയൻ. ജയിലർ എന്ന ചിത്രത്തിന് കിട്ടിയ ഗംഭീര വിജയം ഈ സിനിമയിലും ആവർത്തിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഫഹദിന്റെ 3ാമത്തെ തമിഴ് സിനിമയാണ് വേട്ടയൻ. മഞ്ജു വാര്യരുടെ 4ാമത്തെ തമിഴ് ചിത്രവും. ഇതിലൊരു സിനിമ അണിയറയിൽ ഇപ്പോഴും ഒരുങ്ങുകയാണ്. രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിൽ, റാണ രഘുപതി, മഞ്ജു വാര്യർ, ഋത്തിക സിംഗ്, തുഷാര വിജയൻ, അഭിരാമി ഉൾപ്പെടെയുള്ള താരങ്ങളും വേട്ടയനിൽ അണിനിരക്കുന്നുണ്ട്. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. സിനിമയിൽ അഭിനയിക്കാൻ രജനീകാന്ത് വാങ്ങിയ പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. 125 കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഇന്ത്യൻ താരം വാങ്ങുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണ് ഇത്. ഇതേ സിനിമയിൽ അമിതാഭ് ബച്ചൻ നൽകിയ പ്രതിഫലം 7 കോടി രൂപയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വേട്ടയനിൽ മുഴുനീള കഥാപാത്രത്തെ അല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നും വിവരമുണ്ട്. മഞ്ജു വാര്യർക്ക് 2 മുതൽ 3 കോടി രൂപ വരെയാണെന്നാണ് സൂചന. ഒക്ടോബർ 10 റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും തെലുങ്കിൽ നിന്ന് റാണ രഘുപതിയും ശ്രദ്ധേയ സാന്നിധ്യമായി മാറുമെന്നാണ് റിപ്പോർട്ട്. രജനിക്ക് വില്ലനായി മലയാളി താരം ഷാബുമോനും എത്തുന്നു എന്നതാണ് ചിത്രത്തിലെ മറ്റൊരു വിശേഷവും. ജയ് ഭീം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ TJ ജ്ഞാനവേലാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അൻപർവിന്റെ ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസുകൾ കൊണ്ട് സമ്പന്നമായിരിക്കും വേട്ടയനെന്നും റിപ്പോർട്ടുകളുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രന്റെ മാസ് BGM വേട്ടയന്റെ പ്രതീക്ഷകളെ ഒരു പടി കൂടി മുന്നിൽ എത്തിക്കുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഇതിനോടകം തന്നെ മനസ്സിലായോ എന്ന പാട്ടും കേരളത്തിലടക്കം ഹിറ്റാണ്.